നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണ വിഷയങ്ങൾ ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ അറിയിച്ചു. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പുകളിൽ ഇനി ഒരു മുറിയിൽ താമസിക്കാവുന്നത് പരമാവധി 4 പേർക്ക് മാത്രം. നിയമപരിഷ്കാരവുമായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ. താമസ സൗകര്യം ഒരുക്കാത്ത കമ്പനികൾ വേതനത്തിന്റെ 25% അലവൻസായി നൽകണമെന്നും നിർദ്ദേശം. ഇന്ത്യ UAE ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ച് ദുബായ്. റാസ് അൽ ഖൈമ സാമ്പത്തിക മേഖലകളും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിലുള്ള ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു. മഹാകുംഭമേളയിൽ ബാരിക്കേഡ് തകർന്ന് 30 മരണം, 60-ലേറെ പേർക്ക് പരിക്ക്. മരണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി. സുരക്ഷാ ക്രമീകരണങ്ങൾ തീർത്ഥാടകർ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 3-അംഗ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാഴായി. ദുരിതബാധിത കുടുംബത്തിന്റെ 6 സെന്റ് സ്ഥലവും വീടും ലേലം ചെയ്യാൻ കേരള ഗ്രാമീൺ ബാങ്ക്. വീടിനു മുന്നിൽ ബാനർ പതിച്ചു. മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകി നിർധന കുടുംബം. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. ചരിത്രം കുറിച്ച ISRO. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു. GSLV F-15 റോക്കറ്റിൽ അയച്ചത് പുതുതലമുറ നാവിഗേഷൻ ഉപഗ്രഹമായ NVS-02. വിശദമായ വാർത്തകൾ നോക്കാം. UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ അദ്ദേഹം UAE രാഷ്ട്രപതിയെ അറിയിച്ചു. അബുദാബിയിൽ ഖസർ അൽ ബഹറിനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ UAE സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടന്നത്. അബുദാബിയിലെ ഖസർ അൽ ബഹറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. UAEക്ക് അഭിവൃദ്ധി നേർന്നുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ ഡോക്ടർ ജയശങ്കർ UAE രാഷ്ട്രപതിയെ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദ ബന്ധം ശക്തമാക്കുന്നതിനുള്ള വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, 2 രാജ്യങ്ങളെയും ബാധിക്കുന്ന രാജ്യാന്തര വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും ഡോക്ടർ ജയശങ്കർ നേരത്തെ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ, UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് എന്നിവരുമായും ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലെ തൊഴിലാളി താമസ സ്ഥലങ്ങളിലെ ഒരു മുറിയിൽ ഇനി പരമാവധി 4 പേർക്ക് മാത്രം താമസ സൗകര്യം ഒരുക്കാത്ത കമ്പനികൾ വേതനത്തിന്റെ 0.5% അലവൻസായി നൽകണമെന്നുള്ള സുപ്രധാന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി കുവൈറ്റിലെ തൊഴിലാളി പാർപ്പിട നിയമങ്ങൾ പരിഷ്കരിച്ചു. പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറാണ് നിയമപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, മതിയായ താമസ സൗകര്യം ഉറപ്പാക്കുക, തിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബ താമസ കേന്ദ്രങ്ങൾക്ക് സമീപം തൊഴിലാളി താമസയിടങ്ങൾ ഒരുക്കരുത്, തൊഴിലാളികൾക്ക് താമസ സൗകര്യം നൽകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതി തേടണം എന്നീ നിർദ്ദേശങ്ങളുമുണ്ട്. നിയമം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പരിശോധനകൾ കർശനമാക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു.
കുവൈത്തിൽ സഹൽ ആപ്ലിക്കേഷൻ വഴി ശമ്പള സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വിവിധ സർട്ടിഫിക്കറ്റുകൾ തൽക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുന്ന സേവനം ആരംഭിച്ചു. സിവിൽ സർവീസ് കമ്മീഷൻ അധികൃതരാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സാലറി സർട്ടിഫിക്കറ്റ്, സാലറി ട്രാൻസ്ഫർ കണ്ടിന്യൂറ്റി സർട്ടിഫിക്കറ്റ്, കരിയർ പ്രോഗ്രഷൻ സർട്ടിഫിക്കറ്റ്, ടു ഹും ഇറ്റ് മേ കൺസേൺ മുതലായ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. ഈ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്യാനും ഈ സേവനം സാധ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, റാസ് അൽ ഖൈമ എക്കണോമിക് ഫ്രീ സോൺ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രി എന്നിവർ സംയുക്തമായി ഇന്ത്യ UAE ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. UAE സുപ്രീം കൗൺസിൽ അംഗവും റാസ് അൽ ഖൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമി, മഹാരാഷ്ട്ര വ്യവസായ വകുപ്പ് മന്ത്രി ഉദയ് സാമന്ത്, ദുബായിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ സതീഷ് കുമാർ ശിവൻ, ബിസിനസ്, സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. റാസ് അൽ ഖൈമ സാമ്പത്തിക മേഖലകളും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിലുള്ള ധാരണാപത്രങ്ങൾ ചടങ്ങിൽ ഒപ്പുവെച്ചു. റാസ് അൽ ഖൈമയിലെ ഇന്ത്യൻ കമ്പനികളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി അനുയോജ്യമായ സേവനങ്ങൾ നൽകുക, പരിപാടികൾ സംഘടിപ്പിക്കുക, ജോലിസ്ഥലങ്ങൾ വാഗ്ദാനം ചെയ്യുക, വ്യാപാര ബിസിനസ് മേഖലകൾ ശക്തമാക്കുന്നതിനുള്ള സംയുക്ത പരിപാടികൾ സംഘടിപ്പിക്കുക എന്നീ കാര്യങ്ങളിലൂന്നിയാണ് ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചത്. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോകുന്ന പ്രവാസികളുടെ രേഖകൾ ഉപയോഗിച്ച് ആഡംബര കാറുകൾ വാടകയ്ക്കെടുത്ത് പകുതി വിലയ്ക്ക് വിൽക്കുന്ന 3-അംഗ പ്രവാസി സംഘം അറസ്റ്റിലായി. കാറുകൾ വാടകയ്ക്കെടുത്ത് തിരികെ നൽകാത്തതിനെ തുടർന്ന് നിരവധി റെന്റ് കാർ കമ്പനികളിൽ നിന്ന് ലഭിച്ച പരാതികളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോകുന്ന പ്രവാസിയുടെ പേരിൽ വാടകയ്ക്കെടുത്ത 14,000 ദിനാർ വിലയുള്ള ആഡംബര കാർ പകുതി വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കവെയാണ് സംഘം അന്വേഷണ സംഘത്തിന്റെ വലയിലായത്. കാർ വാങ്ങാനെന്ന വ്യാജേന ഇവരെ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ സംഘത്തെ പിടികൂടുകയായിരുന്നു. വാഹനം വാടകയ്ക്കെടുക്കാൻ രേഖകൾ നൽകി സഹായിച്ച പ്രവാസിക്ക് 1000 ദിനാർ പ്രതിഫലമായി നൽകുന്നതായും പ്രതികൾ അന്വേഷണ സംഘത്തെ അറിയിച്ചു. നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോകുന്ന പ്രവാസികളെ കണ്ടെത്തി നാട്ടിലേക്ക് പോകുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുൻപ് ഇവരുടെ പേരിൽ വാഹനം വാടകയ്ക്കെടുത്ത് പകുതി വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നതായിരുന്നു പ്രതികളുടെ തട്ടിപ്പ് രീതി. പ്രതികൾ ഏത് രാജ്യക്കാരാണെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കുവൈറ്റിലെ ജമിയകളിലും മറ്റു സ്ഥാപനങ്ങളിലും പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇടങ്ങളിലും സ്വദേശിവൽക്കരണത്തിന് തീരുമാനം. സാമൂഹിക കുടുംബക്ഷേമ മന്ത്രി ഡോക്ടർ അൽ ഹുവൈലയാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ജമയകളിൽ പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നിയോഗിച്ച സമിതിയുമായി അവർ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പിന്തുണ നൽകുവാനും സമിതിയുടെ പ്രവർത്തനങ്ങളും ശുപാർശകളും സംബന്ധിച്ച് മന്ത്രാലയത്തിന് ആനുകാലിക റിപ്പോർട്ട് സമർപ്പിക്കുവാനും അവർ നിർദ്ദേശം നൽകി. പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിയന്ത്രണം കർശനമാക്കുവാനും സ്വദേശിവൽക്കരണ നയം നിശ്ചിത ശതമാനം പൂർത്തിയാക്കാത്ത ജമയകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും മന്ത്രി ആവശ്യപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ മഹാകുംഭമേളയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചതായി റിപ്പോർട്ട്. മൗനി അമാവാസി ദിനത്തിൽ പുലർച്ചെയാണ് പ്രയാഗ്രാജിൽ അപകടമുണ്ടായത്. കോടിക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യസ്നാനത്തിനായി എത്തിച്ചേർന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മതപരമായ ചടങ്ങാണ് കുംഭമേള. കോടിക്കണക്കിന് ആളുകൾ നിശ്ചിത പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ പലപ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിപ്പോകാറുണ്ട്. ഇതിനു മുൻപും കുംഭമേളയിൽ തിക്കിലും തിരക്കിലും വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 1954 കുംഭമേള സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യ കുംഭമേള എന്ന നിലയിൽ പ്രത്യേകതയുള്ളതായിരുന്നു. പക്ഷേ അന്നുണ്ടായ സംഭവം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ദുരന്ത അധ്യായങ്ങളിൽ ഒന്നായി മാറി. 1954 ഫെബ്രുവരി 3 നടന്ന കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട 800-ലധികം ആളുകളാണ് മരിച്ചത്. 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അലഹാബാദിൽ നടന്ന കുംഭമേളയിൽ മൗനി അമാവാസിയുടെ ശുഭമുഹൂർത്തത്തിൽ പുണ്യസ്നാനത്തിനായി നിരവധി പേർ എത്തിയപ്പോൾ തിക്കിലും തിരക്കിലും പെടുകയായിരുന്നു. ആ വർഷം നടന്ന ഉത്സവത്തിൽ 5 ദശലക്ഷം തീർത്ഥാടകരാണ് പങ്കെടുത്തത്. 1986 ഹരിദ്വാറിലെ കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 200 പേരാണ്. അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കുമൊപ്പം ഹരിദ്വാറിലെത്തിയപ്പോഴാണ് കുഴപ്പങ്ങളുണ്ടായത്. VIP-കൾ എത്തിയതോടെ തീർത്ഥാടകരെ നദീതീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞു. ഇതോടെ തിരക്ക് നിയന്ത്രണാതീതമാവുകയായിരുന്നു. 2003 നാസിക്കിൽ നടന്ന കുംഭമേളയ്ക്കിടെ ഗോദാവരി നദിയിൽ പുണ്യസ്നാനം നടത്താൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തിയതോടെ വലിയ തിരക്കാണുണ്ടായത്.
അന്ന് തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ 39 പേർ മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2013 ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്കിടെ ഫെബ്രുവരി 10 അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാലം തകർന്നു വീണ തിക്കിലും തിരക്കിലും പെട്ട 42 പേർ മരിക്കുകയും 45 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ NVS-02 വിക്ഷേപണം വിജയം. വിക്ഷേപണം നടന്നത് 19 മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇതോടെ 100ാം വിക്ഷേപണം എന്ന ചരിത്ര നേട്ടവും ISRO സ്വന്തമാക്കി. 4, 3, 2, 1, L40 stages are ignited. രാവിലെ 6:23 ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് GSLV F-15 NVS-02 കുതിച്ചുയർന്നത്. 2250 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ 322.93 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. സ്ഥാനനിർണ്ണയം, നാവിഗേഷൻ, സമയം എന്നിവയുടെ കൃത്യതയ്ക്കായി ISRO വികസിപ്പിച്ച 7 ഉപഗ്രഹങ്ങളുടെ ശ്രേണിയാണ് ഇത്. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് NVS-02 സാറ്റലൈറ്റ്. GPS-ന് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നത് നാവിക് ആണ്. രാജ്യവും അതിർത്തിയിൽ നിന്ന് 1500 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും പരിധിയിൽ വരും. ISROയുടെ ചെയർമാനായി V. നാരായണൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ദൗത്യം കൂടിയാണ് ഇത്. The first launch vehicle was developed under the guidance of Professor Satish Dhawan with APJ Abdul Kalam as the project director, and the launch took place in the year 1979. From that till today, including today's launch, we have accomplished 100 launches from these launch pads. മലയാളിയായ തോമസ് കുര്യനായിരുന്നു മിഷൻ ഡയറക്ടർ. ഈ വിക്ഷേപണത്തോടെ 100 അഴകിലാണ് ശ്രീഹരിക്കോട്ട. ISRO 1979 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ആദ്യ വിക്ഷേപണം നടത്തിയത്. അന്നത്തെ കന്നി ദൌത്യ സ്വപ്നങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ ഇസ്രോ വിജയഗാഥ രചിച്ചു. ഗതിനിർണയ രംഗത്ത് അമേരിക്കയുടെ GPS-ന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക നാവിഗേഷൻ സംവിധാനമായ നാവിക്കിന് കഴിയും. എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും. ന്യൂസ് ഡെസ്ക് അമൃത TV. ബ്രൂവറി അനുമതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഒരിറ്റ് ഭൂഗർഭജലം പോലും പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കില്ലെന്നും വ്യക്തമാക്കി എക്സൈസ് മന്ത്രി MB രാജേഷ്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ആശങ്കകൾ LDF പരിഹരിക്കും. കർണാടകയിലെ സ്പിരിറ്റ് നിർമ്മാതാക്കളായ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പെന്നും മന്ത്രി ആരോപിച്ചു. കാതലായ ചോദ്യങ്ങൾക്ക് മന്ത്രിക്ക് മറുപടിയില്ലെന്നും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട ക്യാബിനറ്റ് നോട്ട് പൊതുരേഖയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രൂവറിയുടെ നാൾവഴികൾ എക്സൈസ് മന്ത്രി വിശദീകരിച്ചത്. തീർത്തും സുതാര്യമായ പദ്ധതി 10 ഘട്ട അനുമതികളിലൂടെയാണ് മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയത്. 16/3/2024 സർക്കാരിന്റെ മുമ്പിൽ, മന്ത്രിയുടെ മുമ്പിൽ ഇത് വന്നപ്പോൾ ജലലഭ്യത സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ട് തിരിച്ചയച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 16/1 അനുമതി കൊടുത്തത്. അത് വേണമെങ്കിൽ എക്സൈസ് വകുപ്പിന് കൊടുക്കാമായിരുന്നത് മന്ത്രിസഭയിൽ കൊണ്ടുപോയി മന്ത്രിസഭാനുമതിയായിട്ടാണ് കൊടുത്തത്, മന്ത്രിസഭാ തീരുമാനമായിട്ടാണ് കൊടുത്തത്. അത്രയും സുതാര്യമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ആരും അറിഞ്ഞില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ഘട്ടങ്ങൾ. ജലലഭ്യതയുടെ കാര്യം പറഞ്ഞ് അനാവശ്യ ആശങ്ക ഉണ്ടാക്കാനാണ് ശ്രമം. പാലക്കാട് നഗരത്തിൽ വേണ്ടിവരുന്ന വെള്ളത്തിന്റെ 1.1% വെള്ളം മാത്രമാണ് പ്ലാന്റിന് ആവശ്യം. പാലക്കാട് നഗരസഭയ്ക്കും വിരായിരിക്കും ഭാഗികമായിട്ട് കൊടുക്കുന്നു. പിന്നെ പുതുപ്പരിയാരം, അകത്തേത്ര, മരുതറോഡ് പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും, മുണ്ടൂരിന് ഭാഗികമായി വെള്ളം കൊടുക്കുന്നു. ഇതിനെല്ലാം കൂടി ദിനംപ്രതി ആവശ്യം 21.5 ദശലക്ഷം ലിറ്ററാണ്. പുതുശ്ശേരിക്ക് വേണ്ടിയിട്ട് 5 ദശലക്ഷം ലിറ്ററിന്റെ പദ്ധതി പുരോഗമിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്താൽ, പുരോഗമിക്കുന്നത് കൂടി ചേർത്താൽ പ്രതിദിനം ആവശ്യമായി വരുന്നത് 81.5 ദശലക്ഷം ലിറ്റർ മാത്രമാണ്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കും. ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും.
എലപ്പുള്ളിയിലെ മഴവെള്ള സംഭരണി കാണാൻ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും മന്ത്രി ക്ഷണിച്ചു. കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിക്കും MLCക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനും സ്പിരിറ്റ് നിർമ്മാണശാലകളുണ്ട്. അവർക്ക് വേണ്ടിയാണോ ഇവിടുത്തെ എതിർപ്പെന്ന് ചോദിച്ച മന്ത്രി മദ്യ കമ്പനികളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നും ചോദിച്ചു. കേരളത്തിലേക്ക് വരുന്നത് 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ്. ഇനി ഈ എത്തനോളിന്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ 4200 കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനത്ത് കർണാടക. കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനോടൊന്നും മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേയില്ല. ബ്രൂവറി അനുമതിയിൽ നിന്ന് പിന്മാറണമെന്ന് CPIയും ജനതാദളവും ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് അവർക്ക് കൂടിയുള്ള മറുപടിയായി മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മറ്റു വകുപ്പുകളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവെച്ചുവെന്നായിരുന്നു ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട പ്രതിപക്ഷം ആരോപിച്ചത്. LDF ഘടകകക്ഷികൾക്ക് പോലും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് മന്ത്രി പ്രതിപക്ഷത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് VD സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കമ്പനി ഉടമകളും എക്സൈസ് മന്ത്രിയും ചർച്ച നടത്തിയത് എവിടെ വെച്ചാണെന്നും സതീശൻ ചോദിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിലെ സ്വകാര്യ മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പരസ്യമാക്കി CPI. പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ സർക്കാർ തീരുമാനത്തിനെതിരെ വിമർശനമുയർന്നു. പ്ലാന്റ് കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കിയെന്നാണ് വിമർശനം. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നും ലേഖനത്തിൽ പറയുന്നു. പാർട്ടി ദേശീയ കൗൺസിൽ അംഗം സത്യം മൊകേരിയുടേതാണ് ലേഖനം. ഘടകകക്ഷിയായ ജനതാദൾ എസിനും കടുത്ത അതൃപ്തിയുണ്ട്. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള കടുത്ത അതൃപ്തി പരസ്യമാക്കുകയാണ് CPI. പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ മണ്ണും ജലവും പരിസ്ഥിതിയും സംരക്ഷിക്കണമെന്ന ലേഖനത്തിലൂടെയാണ് CPI നിലപാട് അറിയിച്ചിരിക്കുന്നത്. കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും പദ്ധതി ആശങ്ക ഉണ്ടാക്കിയെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു. വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാകും. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ലേഖനത്തിലെ ആവശ്യം. നെല്ലാണോ മദ്യമാണോ പാലക്കാട്ട് നെൽവയലുകളിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് ലേഖനത്തിൽ എടുത്തു ചോദിക്കുന്നു. മദ്യ കമ്പനി വെള്ളം ചൂഷണം ചെയ്യുന്നതോടെ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കില്ല. ജലചൂഷണം ചെയ്യാനുള്ള പദ്ധതിയെ നേരത്തെയും സമരത്തിലൂടെ നേരിട്ടിട്ടുണ്ടെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരിയുടേതാണ് ലേഖനം. അതേസമയം CPIക്ക് പിന്നാലെ ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ JDSും നിലപാട് കടുപ്പിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാത്ത K കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. മന്ത്രിയെ മാറ്റണമെന്നാണ് ആവശ്യം. സർക്കാർ തീരുമാനത്തിനെതിരെ ഘടകകക്ഷികൾ ഒന്നൊന്നായി എതിർപ്പറിയിച്ചു തുടങ്ങിയതോടെ മുഖ്യമന്ത്രിയും CPMും ആശയക്കുഴപ്പത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ഉറപ്പ് ലംഘിച്ച് ദുരിതബാധിത കുടുംബത്തിന്റെ 6 സെന്റ് സ്ഥലവും വീടും ലേലം ചെയ്യാൻ നടപടികളുമായി കേരള ഗ്രാമീൺ ബാങ്ക്. മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച ബാളിയൂരിൽ ദുരിതബാധിത കുടുംബത്തിന്റെ വീടിന് മുന്നിൽ ബാങ്ക് അധികൃതർ ലേലത്തിനായി ബാനർ പതിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതയായ മകൾ തീർത്ഥയുമായി എവിടേക്ക് പോകണമെന്നറിയാതെ പൊട്ടിക്കരയുകയാണ് മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ നിർധന കുടുംബം. ബാങ്ക് കുടിശ്ശികയിൽ അനുകൂല നിലപാടാവശ്യപ്പെട്ട് ഇവർ നിവേദനം നൽകിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. ഇത്രയും പ്രായമായിട്ട് കൊച്ചിനെ കൊണ്ട് എവിടെ പോകാനോ? ആരുമില്ല സഹായിക്കാൻ. ആരുമില്ലെന്നല്ല, ആരുടെ കയ്യിലൊന്നുമില്ല തന്ന് സഹായിക്കാൻ. അതാണ് മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് ബാളിയൂർ സുന്നാരയിൽ കഴിയുന്ന എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബത്തിന്റെ വീട്ടിലാണ് 6 സെന്റ് സ്ഥലവും കെട്ടിടവും ലേല നടപടികളിലാണെന്ന് അറിയിച്ചുകൊണ്ട് കേരള ഗ്രാമീൺ ബാങ്ക് അധികൃതർ ബാനർ സ്ഥാപിച്ചത്. ദുരിതബാധിതരുടെ വീടും സ്ഥലവും ബാങ്കുകൾ ജപ്തി ചെയ്യില്ലെന്ന് സർക്കാർ നൽകിയ ഉറപ്പിന്റെ ലംഘനമാണ് ഇവിടെ കാണുന്നത്. ആത്മഹത്യാ വക്കിലാണെന്നും ബാങ്ക് കുടിശ്ശികയിൽ അനുകൂല നിലപാട് ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ദുരിതബാധിത കുടുംബം നിവേദനം നൽകിയിരുന്നു. പരിഗണിക്കാമെന്ന മറുപടി മാത്രമാണ് ഇതിന് ലഭിച്ചിരുന്നത്. 2017 നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് പ്രസാദ് ബീന ദമ്പതികളുടെ മകൾ തീർത്ഥയെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ബാങ്ക് അധികൃതർ വീട്ടിലെത്തി വീടും സ്ഥലവും ലേലത്തിലാണെന്ന ബാനർ പതിച്ചതോടെ രോഗബാധിതയായ മകളുമായി എവിടേക്ക് ഇറങ്ങിപ്പോകേണ്ടതെന്നോർത്ത് കരയുകയാണ് അമ്മ ബീന. ഇന്നലെ ഇതുകൊണ്ട് കെട്ടിയിരിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് ജപ്തി ചെയ്യും, ലേലം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി വിട്ടപ്പോൾ പോകാനൊരു സ്ഥലമില്ല. ഈ പെങ്കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ട് പോകും? വേറെ ആരുമില്ല പറയാനും.
ഇപ്പോൾ 2.5 ലക്ഷം ഒന്നിച്ച് പലിശ കെട്ടുന്ന നമ്മൾ എവിടുന്ന് സംഘടിപ്പിക്കാനാ? 2.5 ലക്ഷം പോയിട്ട് 2500 രൂപ ഇല്ല കയ്യിൽ. കുട്ടിയുടെ ചികിത്സാർത്ഥം 2014 കേരള ഗ്രാമീൺ ബാങ്കിന്റെ മിയാപദവ് ശാഖയിൽ നിന്ന് 2.5 ലക്ഷം രൂപ വായ്പയെടുത്ത് 1.5 ലക്ഷത്തോളം രൂപ നിർധന കുടുംബം തിരിച്ചടച്ചിരുന്നു. പിന്നീട് കോവിഡ് അടക്കം വന്നതോടെ കുടുംബം ഏറെ പ്രതിസന്ധിയിലാവുകയായിരുന്നു. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. സൗദിയിലെ ഇഫത്ത് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച 22ാമത് അന്താരാഷ്ട്ര പഠന സാങ്കേതിക വിദ്യാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രബന്ധ മത്സരത്തിലും എക്സിബിഷനിലും ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനികൾ മികവ് പുലർത്തി. 38 ഇന്റർനാഷണൽ സ്കൂളുകൾ പങ്കെടുത്ത പ്രബന്ധ മത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ ഗേൾസ് വിഭാഗം 3ാം സ്ഥാനം നേടി. സ്കൂളിലെ 13 വിദ്യാർത്ഥിനികൾ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ഏറ്റവും അധികം പ്രൊജക്ടുകൾ അവതരിപ്പിച്ച സ്കൂൾ എന്ന ബഹുമതിയും ഇന്ത്യൻ സ്കൂൾ നേടി. കാഴ്ചശക്തി പരിമിതിയുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയ ലൂമിസെൻസ് പ്രൊജക്ട് സമ്മാനത്തിന് അർഹമായി. ബുഷ്ര സെയ്ദി ടീച്ചറുടെ നേതൃത്വത്തിൽ അമീറ, ഫാത്തിമ ദിയ, അസ്ന മുഹമ്മദ് എന്നിവരാണ് പ്രൊജക്ട് തയ്യാറാക്കിയത്. ഡോക്ടർ ദിന ഹസൻ അൽ നഹ്ദി, പ്രൊഫസർ മുഹമ്മദ് സലിം അൽ ഒയൂനി, പ്രൊഫസർ അഹമ്മദ് ഹസൻ എന്നിവർ സംസാരിച്ചു. ലുൽവ അൽ ഫൈസൽ രാജകുമാരിയുടെ രക്ഷകാർത്തത്തിലാണ് സമ്മേളനം നടന്നത്. പ്രൊഫസർ ഹൈഫ ജമൽ അലി, ഡോക്ടർ അഖീല സാരുറാറ്റെ പരിപാടിക്ക് നേതൃത്വം നൽകി. ദ്വിദിന സമ്മേളനത്തിൽ 30 രാജ്യങ്ങളിൽ നിന്നായി 350ഓളം പ്രതിനിധികൾ സംബന്ധിച്ചു. ജിദ്ദ പാണ്ടിക്കാട് KMCCയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പാണ്ടിക്കാടൻ പെരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കലാകായിക വിനോദങ്ങൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ജനശ്രദ്ധയെ ആകർഷിച്ചു. നാസർ വെള്ളിയംകോട്, സുബൈർ വട്ടോളി, ഷൗക്കത്ത് ഞാറക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജിദ്ദ ഖിലോഫത്ത് അൽ നുക്ബ ഓഡിറ്റോറിയത്തിൽ പാണ്ടിക്കാടൻ പെരുമ എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പരിപാടിയിൽ മക്കയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സൂഫി ഡാൻസ്, ഒപ്പന, പഞ്ചാബി ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ സദസ്സ് ഹർഷാരവത്തോടെ സ്വീകരിച്ചു. കാസർഗോഡ് പാട്ട് മക്കാനിയുടെ കൊട്ടിപ്പാട്ട്, ജിദ്ദയിലെ പ്രമുഖ ഗായകരുടെ ഗാനസന്ധ്യ, അറബിക് ഡാൻസ് എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. മത്സരം, കുട്ടികൾക്കായുള്ള പെയിന്റിംഗ്, മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ വിവിധ പരിപാടികളും അരങ്ങേറി. കമ്മിറ്റി പ്രസിഡന്റ് യൂൻസ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. ഫവാസ് പാലത്തിങ്ങൽ ആമുഖ പ്രഭാഷണം നടത്തി. KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാസർ മച്ചിങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. തേനിപ്പാലം, അഷ്റഫ് തായക്കോട്ട്, സിറാജ് കണവം, മുഹമ്മദ് കുഞ്ഞ്, ഇസ്മായിൽ മുണ്ടുപറമ്പ്, നാണി മാസ്റ്റർ, KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട് എന്നിവർ സംസാരിച്ചു. ഫൈസൽ തൊണ്ടിയിൽ, സുലൈമാൻ പാണ്ടിക്കാട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഷറഫിയ അബീർ സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ എംപവറിംഗ് വിമൻസ് അലയൻസ് എന്ന പെൺകൂട്ടായ്മയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. സോഫിയ സുനിൽ ആമുഖ പ്രഭാഷണം നടത്തി. മൾട്ടി സിസ്റ്റം MD ഡോക്ടർ ഷെമി ഷബീർ യോഗം ഉദ്ഘാടനം ചെയ്തു. സലീന മുസഫിർ അധ്യക്ഷത വഹിച്ചു. കബീർ കൊണ്ടോട്ടി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പരിപാടിയിൽ അബീർ പ്രിവിലേജ് കാർഡ് അലി തേക്കുതോട്ടിൽ നിന്ന് അംഗങ്ങൾക്ക് വേണ്ടി സോഫിയ സുനിൽ ഏറ്റുവാങ്ങി. ലോഗോ ഡിസൈൻ ചെയ്ത നിസാർ മടവൂറിനെ അഭിനന്ദിച്ചു. ജ്യോതി ബാബുകുമാർ, ഷെരീഫ് അറക്കൽ, റുഫ്ന ഷിഫാസ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷം മക്ക മോഡൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചു. അസ്മയുടെ ഖിറാഅത്തോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ ഷാനി ചുനക്കര അധ്യക്ഷത വഹിച്ചു. നൌഷാദ് തൊടുപുഴ ആമുഖ പ്രഭാഷണം നടത്തി. ഷാനിയാസ് കുന്നിക്കോട് യോഗം ഉദ്ഘാടനം ചെയ്തു. സാക്കിർ കൊടുവള്ളി, നസീർ കണ്ണൂർ, നിസാം കായംകുളം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഭരണഘടനയുടെ നാൾവഴികൾ എന്ന പേരിലുള്ള ഡോക്യുമെന്ററി പ്രദർശനത്തിന് ശ്രീ അബ്ദുൽ സലാം അടിവാട് നേതൃത്വം നൽകി. അൻസ ഫഹ്മിനും ടീമും അവതരിപ്പിച്ച ദേശഭക്തി തീം ഡാൻസ് പരിപാടികൾക്ക് മിഴിവേകി. നൌഷാദ് തൊടുപുഴ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ ഷറഫുദ്ദീൻ പൂഴിക്കുന്നത്ത്, നഹാസ് കുന്നിക്കോട്, അഷ്റഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വന്യമൃഗ സംഘർഷം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാനുമായി വനം വകുപ്പ്. വനത്തിനുള്ളിൽ വെള്ളവും ഭക്ഷണവും ഒരുക്കുന്ന മിഷൻ FFW നടപ്പാക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 3 ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വേനൽക്കാലം ശക്തിപ്പെടുന്നതിന് മുമ്പ് പദ്ധതി നടപ്പാക്കും. വയനാട്ടിൽ 6 റേഞ്ചുകളിലായി 63 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഈ ആഴ്ച മുഴുവൻ ഡ്രോൺ പരിശോധന തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമയബന്ധിതമായി ഓരോ ആഴ്ച ഒരു ടൈം ടേബിൾ നിശ്ചയിച്ച്, അതാണ് ഇവിടെ പറഞ്ഞത്. ആ ടൈം ടേബിളാണ്
പക്ഷെ നേരത്തെ ഇത്ര സമഗ്രമായി വന്നില്ല. എല്ലാ കൊല്ലവും കുറേ കുളങ്ങൾ കുഴിക്കും, കുഴിച്ചതായി റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനെ പലതും സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ള നിലയിലാണ് ഈ കാലത്ത് ഇങ്ങനെയൊരു പരിപാടിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചത്. അത് പരിഹരിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് അവരെ കാട്ടിൽ തന്നെ നിർത്തുക എന്നുള്ളത്. കാട്ടിൽ തന്നെ നിർത്തണമെങ്കിൽ അവർക്കാവശ്യമുള്ള ഭക്ഷണം, വെള്ളം തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവിടുന്ന് തുടങ്ങണം നമ്മൾ. അപ്പോൾ മറ്റല്ലാതെ കടുങ്ങ് കിട്ടിയിട്ട് നമുക്ക് എല്ലാ കാലവും പ്രതിരോധിക്കാൻ പറ്റൂലല്ലോ. ഒച്ചിഴിയും വേഗതയിലാണ് തലസ്ഥാന നഗരം സ്മാർട്ടാകുന്നത്. 2 ഇഞ്ചോളം പൊക്കത്തിലാണ് പല റോഡുകളിലും മാൻഹോൾ സ്ഥാപിച്ചിട്ടുള്ളത്. സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന സ്മാർട്ട് റോഡുകളുടെ കാഴ്ചകളിലേക്ക്. തലസ്ഥാനവാസികൾക്ക് തീരാ ദുരിതമാവുകയാണ് ഇഴഞ്ഞു നീങ്ങുന്ന സ്മാർട്ട് റോഡ് പദ്ധതി. പണി പുരോഗമിക്കുന്നത് ഒച്ചിഴയും വേഗതയിലായതിനാൽ ഗതാഗതക്കുരുക്കും റോഡ് അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മിക്ക റോഡുകളിലും 2 ഇഞ്ചോളം ഉയരത്തിലാണ് മാൻഹോളുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുചക്ര വാഹനക്കാരും മുച്ചക്ര വാഹനക്കാരും ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇത്തരം മാൻഹോളുകളിൽ തട്ടി അപകടമുണ്ടാവുമെന്ന് തീർച്ച. ഈ മാനുവൽ ഈ 2 വീലർ 4 വീലർ 3 വീലറും ഭയങ്കര പ്രശ്നമാണ്. ആ മാനുവലിൻ്റെ കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ ചെന്ന് കട്ടറിൽ ചെന്ന് വീഴാണ് വണ്ടികൾ. കംപ്ലീറ്റ് ചെയ്യണില്ല എല്ലാ വണ്ടികളും. രണ്ട് സൈഡിൽ കൂടി നോക്കിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ചെന്ന് കട്ടറിലാണ് വീണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നടപടി എടുക്കാൻ വേണ്ടി ഒരു സർക്കാരും ഇല്ല ഇവിടെ. ഒരേ മട്ടമല്ല, ഇത് പൊങ്ങി നിൽക്കുകയാണ് റോഡിൻ്റെ മുകളിൽ. അപകട സാധ്യത വരും. സ്പീഡിൽ വരികയാണെങ്കിൽ വണ്ടി തെറിച്ച് ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് കൂടുതലും അപകടങ്ങളിൽപ്പെടുന്നത്. വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലേഡീസിനാണെങ്കിൽ കാലൂന്നാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വലിയ അപകടത്തിലോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നിലിരിക്കുന്നവർ തെറിച്ചു പോകാനും സാധ്യതയുണ്ട്. MG രാധാകൃഷ്ണൻ സ്മാരക റോഡിന്റെ അവസ്ഥയും അതിദയനീയമാണ്. നമ്മുടെ റോഡിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി കഴിഞ്ഞു. 5 വർഷം കൊണ്ട് ചെയ്യേണ്ട പണി 20 വർഷം കഴിഞ്ഞാലും തീരൂല. അതാണ് നമ്മുടെ അവസ്ഥ. ഇത് നന്നാവൂല. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിന്റെ അവസ്ഥ പറയുകയേ വേണ്ട. റോഡിലങ്ങിങ്ങായി പൊങ്ങി നിൽക്കുന്ന മാൻഹോളുകൾ സാധാരണക്കാരന്റെ നടുവൊടിക്കുകയാണ്. ഈ റോഡുകളെല്ലാം എന്ന് സ്മാർട്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അപസ്മാര രോഗികൾക്കായി മാനന്തവാടിയിൽ കൊച്ചി അമൃത ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും മാനന്തവാടി മർച്ചന്റ് അസോസിയേഷന്റെയും കൽപ്പറ്റ അമൃതകൃപ ചാരിറ്റബിൾ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. RCH ജില്ലാ ഓഫീസർ ഡോക്ടർ ജെറിൻ S. ജെറോഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി K. ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. മാതാ അമൃതാനന്ദമയി മഠം മാനന്തവാടി മഠാധിപതി ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത അഡ്വാൻസ് സെന്റർ ഫോർ എപ്പിലെപ്സി വകുപ്പ് മേധാവി പ്രൊഫസർ ജിബി ഗോപിനാഥ് അപസ്മാര രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണവും രോഗികളെ പരിശോധിക്കുകയും ചെയ്തു. കേരളത്തിലെ കോളേജ് അലുമിനികളുടെ ദുബായിലെ കൂട്ടായ്മ അക്കാഫ് ഇവന്റ്സ് നേതൃത്വം നൽകുന്ന അക്കാഫ് പ്രൊഫഷണൽ ക്രിക്കറ്റ് ലീഗിന് തുടക്കമായി. ബത്തായ DC സ്റ്റേഡിയത്തിൽ ബിജുകുമാർ, അങ്കൂർ അഗർവാൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അക്കാഫ് ഭാരവാഹികളായ ചാൾസ് പോൾ, ബിജുകുമാർ, ക്രിക്കറ്റ് താരം S. ശ്രീശാന്ത്, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് എന്നിവർ സംബന്ധിച്ചു. 100 ബോൾ ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 8 വനിതാ ടീമുകൾ ഉൾപ്പെടെ 32 ടീമുകൾ പങ്കെടുക്കും. ഫെബ്രുവരി 15 വരെ ഷാർജ ബത്തായ DC സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.